ഷൈജു ആന്റണി അൽമായ മുന്നേറ്റം പ്രതിനിധി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷൈജു ആന്റണി, ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ തലശ്ശേരി അതിരൂപത ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പിന്മാറാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ രൂപതയുടെ നീക്കങ്ങൾ എങ്ങനെ കാണുന്നു? തലശ്ശേരി അതിരൂപതയാണോ താമരശ്ശേരി താമരശ്ശേരി രൂപത. നേരത്തെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഉള്ളത് തലശ്ശേരി അതിരൂപതയിലാണ്, താമരശ്ശേരിയിലല്ല. താമരശ്ശേരി രൂപതയാണ് ഇപ്പോൾ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. അതേസമയം കോഴിക്കോട് രൂപതയുടെ പരിപാടി ഇന്ന് വൈകുന്നേരം നടക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ തന്നെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഈ കാര്യം പറഞ്ഞിരുന്നു. ഇത് ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഇനി പ്രതിഷേധങ്ങൾ ഇല്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BJP-യുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമായി സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ അത്തരത്തിലൊരു ഡീൽ ഉണ്ടാക്കിയോ എന്ന് പോലും സംശയിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇനി ഒരു പ്രതിഷേധത്തിന് പ്രസക്തിയില്ല എന്ന് വ്യക്തിപരമായ തോന്നൽ താങ്കൾക്കുണ്ടോ? വ്യക്തിപരമായെന്നല്ല, അത് ഒരു കാരണവശാലും ആ പറഞ്ഞതേ തെറ്റാണ്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതാനും സ്ഥലങ്ങളിൽ ഇന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്ന് ആലുവയിൽ വൻ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്നും പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തെറ്റായ ധാരണ ഏത് തരത്തിലാണ് പരത്താൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാരണവശാലും ഇപ്പൊ ജാമ്യം ലഭിച്ചു എന്നുള്ളത് എന്താണ് ഇതിനകത്ത്, ഈ കേസിനകത്ത് എന്ത് പ്രസക്തിയാണ് ഉണ്ടാക്കുന്നത്? NIA-യുടെ അന്വേഷണം കുറ്റപത്രം റദ്ദാക്കിയിട്ടില്ല, NIA അന്വേഷണം തുടരുന്നുണ്ട്, വലിയ ഉപാധികളുണ്ട്, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നും പ്രതിഷേധിക്കേണ്ടതില്ല. ജാമ്യം ലഭിച്ചതൊരാശ്വാസമായി കണ്ട്, അതൊരു വലിയ കാര്യമായി കണ്ട്, അതിൽ കേന്ദ്ര സർക്കാരിന്റെ BJP-യുടെ ഇടപെടലിനെ വലിയൊരു മഹത്തരമായ കാര്യമായി കണ്ടുകൊണ്ട് ഈ പ്രതിഷേധ രീതികളിൽ നിന്നൊക്കെ പിന്മാറുമ്പോൾ എന്തായിരിക്കും സഭയ്ക്ക് പിറകിൽ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിറകിൽ സംഭവിക്കും? കേൾക്കാം, പറഞ്ഞു. അതായത് ഇതിപ്പോ മറ്റാരോ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടൂലായിരുന്നു എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. അറസ്റ്റ് ചെയ്ത ആളുകൾ തന്നെ 9 ദിവസം ജയിലിലിട്ട് ഛത്തീസ്ഗഡിലെ മുഴുവൻ ആളുകളെയും ബജറംഗ് ദൾ പ്രവർത്തകരെ മുഴുവനും തൃപ്തിപ്പെടുത്തി 9ാം ദിവസം കേസ് NIA-യിലേക്ക് വിട്ട് അത് കഴിഞ്ഞ് NIA കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. നിങ്ങൾ ആ ജാമ്യം കിട്ടിയ ഉത്തരവൊന്ന് വായിച്ചു നോക്കണം. ആ ഉത്തരവിനകത്ത് കേന്ദ്ര സർക്കാരിന്റെയോ ഛത്തീസ്ഗഡ് സർക്കാരിന്റെയോ ഇടപെടലുകളില്ല. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഒബ്ജക്ടർ വളരെ നിശിതമായി ഒബ്ജക്ട് ചെയ്തു എന്ന് തന്നെയാണ് ഈ ജാമ്യം കിട്ടിയ ആ ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്നത്. NIA-യുടെ പ്രോസിക്യൂട്ടർ മാത്രമാണ് ഒബ്ജക്ട് ചെയ്യാതിരുന്നത്. എന്നാൽ ഛത്തീസ്ഗഡ് സർക്കാർ നിശിതമായി ഒബ്ജക്ട് ചെയ്തു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? 2 ആഴ്ച കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം. ഈ 2 ആഴ്ച കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ഈ മെത്രാന്മാര് വന്ന് സെക്യൂരിറ്റി നിൽക്കുമോ? അവര് പോകണ്ടേ? അപ്പോഴും ഈ ജ്യോതി ശർമ്മയും കൂട്ടാളികളും അവിടെ ഉണ്ടല്ലോ. അവരുടെ മുന്നിൽ കൂടി ഇവരെല്ലാ പ്രാവശ്യവും ഈ 2 ആഴ്ച കൂടുമ്പോൾ പോയി ഒപ്പിടാൻ പോകണ്ടേ? ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഈ കേസ് തന്നെ ഇല്ലാതെയാക്കണം, ഇതിന്റെ കുറ്റപത്രം പിൻവലിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് അൽമായ മുന്നേറ്റവും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും പിന്മാറും എന്ന് ഞാൻ കരുതുന്നേയില്ല. ഈ കേസ് തന്നെ വിഡ്രോ ചെയ്യാതെ ഒരു സമര പരിപാടികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാടുകളോ മാറില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.